കഴിഞ്ഞപ്പോ അമ്മ എപ്പോഴും പോണേ ഇതെന്ത് സാധന 0 calories ഞാൻ 500 രൂപ കൊടുക്കും. സുജാത കൈയിട്ട് കൊണ്ട് ഞാനാണോ കുക്ക് അമ്മയാണോ? പഠിപ്പിക്കാൻ വേണ്ടി വന്നോ അതോ നീ തന്നെ ചെയ്യുന്നോ? ഗോ ചുജാങ്. ഞാനിപ്പോ അമ്മയുടെ അസിസ്റ്റന്റ്. അമ്മ 2 മിനിറ്റ് പറഞ്ഞിട്ട് അമ്മ 10 മിനിറ്റ് ആയാലോ ദൈവമേ. Look at this Alaveladi way of cutting garlic. What is this? ആണല്ലേ പറയാ നീ ധൈര്യമായിട്ട് കഴിച്ചോ. ഇത് നിങ്ങൾ ടേസ്റ്റ് ചെയ്യട്ടാ. രഞ്ജു ഈ വഴിയിലൊന്ന് കേറണമെങ്കിൽ തന്നെ പാടാ. എങ്ങോട്ട് പോകുന്ന? ഏത് വഴിക്ക് കയറിയതാ? അതോ പകുതി തുറന്നു കയറിയപ്പോ എന്റെ പകുതിയല്ലേ. That's why I tell you have to lose weight. അത് കാരണം എന്താ എങ്ങോട്ട് പോയിട്ട് വരികയാണ്? ഇവിടെ വരാറില്ല. വിചാരിച്ചു നിന്നെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ. എന്റെ ഗൈസ് കംപ്ലൈന്റ് മാറ്റാൻ. എന്റെ അമ്മ എന്റെ വീട്ടിൽ വരാറില്ല. എന്റെ ലൈഫ് ഏറ്റവും നമ്പർ 1 കംപ്ലൈന്റ്. ഇരിക്കും സുജാത. സുജാതയ്ക്ക് ചായ വേണോ? ചായ വേണ്ട. കൂടിയ സാധനം മതി. അതല്ലെങ്കിൽ ബിസ്കി ബിസ്കി വേണ്ട. ആഹാരം. ഓ യു ഹംഗ്രി? Don't worry, I will solve it for you. എന്റെ അമ്മ എന്റെ വീട്ടിൽ വരാറില്ല. I don't know why. എന്റെ വീട് വെച്ചിട്ട് എന്റെ ആദ്യത്തെ 1-2 മാസം ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് വർഷത്തിൽ 1 പ്രാവശ്യം വന്നാലായി. വൈ? അതിന് കറക്റ്റ് സത്യം ഞാൻ പറയുവേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു പ്രാവശ്യം ഉണ്ടല്ലോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അമ്മ എപ്പോഴും പോണേ കഴിഞ്ഞില്ലേ, അമ്മ എപ്പോഴും പോണേന്ന് കേറിയ ഉടനെ. അപ്പൊ ചന്ത എന്റെ മനസ്സിൽ കിടക്കട്ടെ. ഓ ഷി ഗോട്ട് ഹേർട്ട്. വേദനിച്ചു. ഇമോഷണലായി. അമ്മ കേറി വന്നു. അമ്മ വല്ല അന്ന് കയറി വന്നപ്പോ അന്ന് ഫ്രൈഡേയോ സാറ്റർഡേയോ ആയിരിക്കും. എന്റെ വീട്ടിലെ പാർട്ടി നടക്കുന്ന ദിവസമായിരിക്കും. ആൾക്കാർ വരുന്നു, കള്ളു കുടിക്കുന്നു. ഇഫ് യു വാണ്ട് ടു ജോയിൻ ഇൻ ദ കള്ളുകുടി വി ആർ ഓക്കെ. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമേ എപ്പോഴും വന്നോണ്ടിരുന്ന. ഇവർ ബിഗ് ബോസിലൊക്കെ പോയപ്പോ ഇടയ്ക്ക് ആഴ്ചയൊക്കെ നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ടേ ഇല്ല. ബട്ട് യു ആർ ലൈക്ക് സച്ച് എ വെറ്റ് ബ്ലാങ്കറ്റ്. ഒരാള് പാർട്ടി നടത്തുമ്പോ വീട്ടിൽ കയറി പോകാൻ പാടുമോ? അത് പറഞ്ഞു പോലും ഇല്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഞാൻ ഇവിടെ വരാറില്ല. അന്ന് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ബിക്കോസ് ഞാൻ വീട്ടിലായിരുന്നു. എന്തോ സർപ്രൈസിന് വന്നത്. എന്റെ അമ്മ യുവർ സോ ബോറിംഗ്. ഇത്രയും കൂളായ അമ്മ, ഇത്ര പഴഞ്ചൻ ചിന്താഗതി. വാട്ട് ഇസ് ഓൾ ദിസ്? ഞാൻ എന്റെ ഷോപ്പിംഗ് കുറെ സാധനം വന്നു. ഞാൻ തുറക്കാൻ വേണ്ടി ഇരുന്നതാ. ഐ ഡോണ്ട് നോ, ഐ ബോട്ട് എ ബഞ്ച് ഓഫ് സ്റ്റഫ്. ഐ ആം സോ എക്സൈറ്റഡ്. ജെൻ ആണ്. ഞാൻ കുറച്ച് ജീൻസ് ഒക്കെ ഓർഡർ ചെയ്തു. Jen is a brand I really like. Actually, I don't know why I'm giving them advertisement because I'm paying for this. അമ്മ അവിടെ 2000-3000 രൂപയുടെ സാധനം ഒക്കെ കുഴപ്പമില്ല. ഞാൻ 10000 രൂപയുടെ സാധനം വാങ്ങിച്ചു. വെരി ബാഡ്. ദാറ്റ് വാസ് വെരി ബാഡ്. അവിടെ ഇരിപ്പുണ്ട് ഞാൻ ഇടാതെ. 10,000 rupees. ഇല്ല, കഴിഞ്ഞു. അതൊന്നും ഇല്ല. 10000 രൂപ. So this is a pair of cool jeans. തുറക്കും. ഇതും എന്താന്ന് നോക്കട്ടെ. സോ ബേസിക്കലി ഞാൻ ഒരു ബഞ്ച് ഓഫ് സാധനങ്ങൾ ജെന്നിന്ന് ഓർഡർ ചെയ്ത. ഇത് ജെന്നിന്റെ വേറെ ജീൻസ്. ഓ ഐ ബോട്ട് എ ബാഗ്. ഞാൻ ഇന്ന് ആലോചിക്കായിരുന്നു നിന്റെ ഇന്ന് 2-3 ബാഗ് അടിച്ചോണ്ട് കൊടുന്നു. എനിക്ക് ഞാൻ വിചാരിച്ചതാ ഇതിപ്പോ കണ്ടപ്പോ പെട്ടെന്ന് ഓർത്തു. ചെറുതല്ലേ ഇതല്ല, എനിക്ക് ഇനി ചെറുത് മതി. ഞാൻ ഒന്ന് മാറ്റി പിടിക്കാം. ചെറിയ ഞാൻ നോക്കിട്ട് വരാം. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ കൊണ്ടുവരാം. അങ്ങോട്ട് വരണ്ട. ഇത് തലവൻ. ഇതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ കയറ്റാത്ത. ഞാൻ ഇത്രേ കൊടുക്കൂ. ഞാൻ വേറെ കൊടുക്കില്ല. ഞാൻ യൂസ് ചെയ്യാത്ത സാധനങ്ങൾ ഞാൻ കൊടുക്കും. ഇത് ഓക്കെ ആണോ? ഓക്കെ. എനിക്ക് ഓക്കെ ആയിരിക്കും. ഇത് നോക്കൂ. നൈസ് നോ? നല്ലതാ. മാൻഹ്യൂസിനോ സംതിങ് നോ? ആരാ? നല്ല ബ്രാൻഡാ. ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്ത് കുറച്ച് പഴകിയതാ. പക്ഷേ കൂൾ. ഐ റിയലി ലൈക്ക്. നൈസ് നോ? നല്ല ബാഗല്ലേ? ചെറുത് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ കുറച്ച് ഇത് വേണോ? അതെ, അതിന്റെ ഒരെണ്ണം ഞാനിപ്പോ ഇവിടെ. ഇത് ഞാൻ തന്നെ സുജാതയ്ക്ക് ഡാർക്കായിത്തിരി അല്ലേ? ഇത് പുതിയതാ. കൊറേ വർഷമായി. അപ്പൊ നമുക്ക് എത്ര വർഷമായി? ഞാൻ എവിടെ പോയപ്പോ വാങ്ങിച്ചതാ. അമ്മയ്ക്ക് ഒരു ഫ്രീ ബുക്ക് ഉണ്ട്. ലവ് യുവർ സെൽഫ് മോർ ഗൈസ്. ലവ് യുവർ സെൽഫ് മോർ. നമ്മൾ ആ ഇടയ്ക്ക് മേടിച്ച ഇതിൽ ഞാൻ റെസിപ്പീസ് ഉണ്ടാകും എഴുതി വെച്ചിട്ടുണ്ട്. നോക്കൂ അമ്മ, ഞാൻ റെസിപ്പീസ് ചായ കാപ്പി നോക്ക്. ടീ കോഫി 2 eggs ഒക്കെ. ടീ കോഫി ഉണ്ടാക്കാനുള്ള അല്ല, ഇത് ഞാൻ ഓർഡർ ചെയ്യേണ്ട സാധനം. ടീ മിൽക്ക് 2021 ഞാൻ എഴുതിയിട്ട് ഈ ബുക്കിൽ വെച്ചത്, ബാഗിൽ വെച്ചത്. അപ്പൊ അമ്മ ആ ബാഗ് എടുത്തോളൂ. ഇതെനിക്ക് ബ്രീസ് തന്ന ബാഗാ. ഞാൻ തരട്ടെ? ബ്രീസ് ആണോ തന്നെ? But this is like this is a very big, this is an LV bag. ഞാൻ ഒന്നും തന്നില്ല എന്ന് പറയണ്ട. കുറച്ച് പഴയതാണെങ്കിലും എനിക്ക് Breeze തന്നു. Breeze, I don't use it much now. My mother can use it for a bit. She wants a small bag, so I'm passing it on.
നല്ല ബാഗല്ലേ? നല്ലത്. ഇത് എപ്പോഴും ഉപയോഗിക്കരുത്. എന്റെ ഫ്രണ്ട് എനിക്കൊരു LV ബാഗ് വാങ്ങിച്ച, ഒരു വിന്റേജ് LV ബാഗ്. ഞാൻ കുറെ യൂസ് ചെയ്യുന്ന ഒരു വലുതാ. ഞാനായിട്ട് വാങ്ങിക്കാറില്ല, ഗിഫ്റ്റ്സ് കിട്ടിയാൽ മാത്രമേ ഞാൻ ഇങ്ങനത്തെ ബ്രാൻഡ്സ് ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. ബിക്കോസ് ഐ എം ചീപ്പ് സ്കേറ്റ്, യു നോ. എനിക്ക് 1-2 ലക്ഷം 3 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കറങ്ങാൻ പോകും. എക്സ്ക്യൂസ് മീ, ആരാ നോക്കൂ? ലിജ തുറന്നാണോ? എന്റെ മസ് തുറന്നാ ബാ. സോറി, ഞാനൊരു വീഡിയോ എടുത്തോണ്ടിരിക്കും. ഇതെന്റെ മസൂസ്, എന്തായാലും വന്നില്ലേ, ബാ വീഡിയോയില് പങ്കെടുത്തിട്ട് പൊക്കോളൂ. ഫോൺ കോൾ. ഇത് ലിജ ഈസ് എ മസാജ് തെറപ്പിസ്റ്റ്. എന്റെ മസൂസ് ആണ്. എത്ര വർഷമായി നമ്മള്? ഇപ്പൊ 10 വർഷം. 10 വർഷം. ഷീ ഈസ് എൻ എക്സലന്റ് മസാജ് തെറപ്പിസ്റ്റ്. വീട്ടിൽ വന്ന് ഷീ ഡസ് ഹോം സർവീസ്. എനിക്ക് മാത്രമല്ല, ഐ തിങ്ക് കൊച്ചിയിലുള്ള കുറെ പേർക്ക്, വെരി ഹാർഡ് വർക്കിംഗ് ഗേൾ. എന്റെ 5 മണിക്കത്തെ മസാജിന് വേണ്ടി ലിജ വന്നിരിക്കുകയാണ്. അതിനിടെയാണ് സുജാതയ്ക്ക് അറിഞ്ഞൂടെ ലിജനെ? 10 വർഷത്തിൽ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെയാണ്, എന്റെ ഫാമിലിയിലെ ആൾക്കാരെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാറില്ല. അമ്മയ്ക്ക് തന്നെ അറിയില്ല. അവര് വെയിറ്റ് ചെയ്തോ, ഞാൻ വരാം. അവിടെ ഫാൻ ഇട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നോ, എവിടെയെന്ന് വെച്ചാ. ഓക്കെ, അപ്പോ എന്തായാലും ചോദാ നമ്മുടെ കഥ. റൈറ്റ്. സോ എന്റെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടി വലിയ എക്സ്പെൻസീവ് ബാഗ്സ് ഒക്കെ വാങ്ങിച്ചു തരാം. ബട്ട് ഞാൻ 2-3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ രഞ്ജിനി എന്ത് ചെയ്യും? ഹാപ്പി ആയിട്ട് കറങ്ങാൻ പോകും. രഞ്ജിനി കറങ്ങാൻ പോകും. Why? Because Ranjini does not believe in all this. Ranjini will buy 3,000 rupee bag, 2,000 rupee bag. And it's so nice, so smart. I mean, I like it. Please continue giving me gifts. And the friends are the best. Breeze, I love you. Like, just gifts are great, but I don't know how to buy it. Come on, Sujata. വിശക്കുന്നില്ലേ? പിന്നെ I'm ready to make you. തളർന്നിരിക്കുക. ജീവിതത്തിൽ ആദ്യമായിട്ട് സുജാത ജീവിതത്തിൽ കഴിക്കാത്തൊരു സാധനം ഞാൻ ഉണ്ടാക്കി തരും. അതൊന്ന് കഴിക്കേണ്ടത് തന്നെ നോക്കാം. എങ്ങനെ ഇരിക്കണോ എന്ന് നന്നരിയും. മെനു നോക്കി പഠിക്കുക. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാൻ കുഴപ്പമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല, വയ്യ, ഭയങ്കര ചൂടാ. ഫോളോ മീ സുജാത. ഇതെന്താന്ന് അറിയാമോ? അത് നൂഡിൽസ് ആണെന്നറിയാം. എങ്ങനെ അറിയാം? വിദ്യാന്ന് വിചാരിച്ചോ നീ? ആ നൂഡിൽസ് അമ്മ കണ്ടിട്ടില്ല. അമ്മ എന്റെ ഷോ കൊളാം. ഇങ്ങനത്തെ നൂഡിൽസ് ഞാൻ കണ്ടിട്ടില്ല. ഈ പാത്രത്തിലേക്ക് കുളിച്ചിടൂ. വെള്ളത്തിൽ കിടക്കുന്ന നൂഡിൽസ്. ക്ലോസ് അപ്പ് കരോ. ഇത് ഒന്നും വേണ്ടേ? വേണ്ടതേ. ഇവിടെ നിനക്ക് ഇത് അറിയാമോ? കുക്കിംഗ് അറിയാവുന്നവർക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ കണ്ട സൈഡിലൊരു കെട്ട് കണ്ടോ? 2 സൈഡിലുണ്ടോ? ഓ, അങ്ങനെയെങ്കിലും സമ്മതിച്ചതാ മോളെ. ഓക്കെ, അപ്പൊ കത്രിക വേണ്ട. സോ അൺപ്രൊഫഷണൽ. പിന്നെ എന്തിനാ അവരങ്ങനെ വെച്ചേക്കണത്? അത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയല്ലേ. എന്നാ കുക്ക് ചെയ്തോ തന്നെ. വന്ന് തുടങ്ങും. കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടില്ല. ഇതെന്ത് സാധന? ഇത് നൂഡിൽസ്. This is called shirataki noodles. Okay. എന്താ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞാൽ I am telling you guys, 0 calories. 0 calories. അതുപോലെ 0 പൈസ. വില എന്തായിരിക്കും അത് മാത്രം പറയണ്ട. ഇതിന് 200 രൂപ. അയ്യോ, ഒരു നേരം കൊണ്ട് പറ്റും. 0 calories ഞാൻ 500 രൂപ കൊടുക്കും. ഓക്കെ, 0 calories. ഓക്കെ, സോ ഫസ്റ്റ് ഇത് പൊളിച്ചതിലാക്കി. അമ്മയുടെ ഫസ്റ്റ് ടൈം അല്ലേ? ഉച്ചയ്ക്കില്ല ഓപ്പണിംഗ് പൊടി സമയമില്ല. അമ്മ പൂട്ടിട്ട് I don't have time. I have a massage. കത്രക്ക വേണം അവസരം. ഇത് ഇങ്ങനെയുണ്ടെന്ന് ആരാ അറിഞ്ഞേ? ഓക്കെ, സോ ദിസ് ഇസ് shirataki noodles which is very healthy. ഡയറ്റിലാണെങ്കിൽ മണമുണ്ടോ? ഒന്നുമില്ല. കൈ കഴുകിയിട്ടാണോ? ജിമ്മിലല്ല, ഞാൻ എന്നും കൈ കഴുകിയിട്ട് കഴിക്കുകയാണ്. ഓക്കെ, അവിടെ സാനിറ്റൈസർ ഉണ്ടോ? ഒന്ന് തന്നാൽ ഞാൻ കൈ കഴുകാം. ഉണ്ടല്ലോ അല്ലേ? അൺബിലീവബിൾ. വെള്ളമാണോ കളാണോ അല്ലേ? വെള്ളമാണോ ആൽക്കഹോളാണോ? എന്റെ വീട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഓയിലല്ല. നിങ്ങോട്ട് തന്നെ ഞങ്ങൾ ഇവിടെ എല്ലാം ഞങ്ങൾ വെക്കാം. ഓക്കെ, ഇനി അതിന്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഒന്ന് കൈ സാനിറ്റൈസർ. ഓ, ഇതിനകത്ത് ഞാൻ ഈ സാനിറ്റൈസർ അഭിനയിക്കുക ആക്ച്വലി. ഓക്കെ, കൈ തൊട്ട് നോക്കമ്മ, കൈ വെച്ചിട്ട്. റബ്ബർ പോലെ ഇരിപ്പുണ്ടല്ലോ. റബ്ബർ പോലെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ ആ റബ്ബറി ഫീലിംഗ്സ്. ദിസ് ഇസ് shirataki noodles ഗൈസ്. ഇത് നമ്മൾ ആദ്യം കഴുകണം. ഓ, ഇത് കഴുകണം. അപ്പൊ എന്നിട്ട് വെള്ളത്തിലാണല്ലോ ഇരിക്കണത്. അത് ഇനി റബ്ബർ ആവാതിരിക്കാനാ. ഓക്കെ, ആദ്യം ഇത് കഴുകണം. സുജാത കഴുകിട്ട് എന്റെ ആ സൈഡിലേക്ക് കാണിക്കണ്ട, വളരെ വൃത്തികേടായിട്ടിരിക്കുന്ന സൈഡാണ്. അപ്പൊ സുജാത കഴുകിട്ട് കൊണ്ടുവരും. ഓക്കെ, ഇൻ ദ മീൻ ടൈം ഗൈസ്, സുജാത കഴുകിയത് കൊണ്ടുവരുമ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ടുഡേ വി ആർ ഗോയിങ് ടു മേക്ക് ജീവിതമല്ല gochujang shirataki noodles with broccoli
and oyster mushrooms. കേൾക്കാൻ ഭയങ്കര സംഭവമല്ലേ? It's very easy. Okay, so what we have to do is we need garlic and കുറച്ച് ginger. Garlic and ginger. We need some sesame oil, soy sauce, rice vinegar, honey or maple syrup, salt to taste. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു സൈഡിൽ വേണ്ടത്. ഓക്കെ, സോ ഇനി എന്താ ചെയ്യാൻ പോണേന്ന് ഞാൻ പറയാം. ആദ്യം അമ്മ അതൊന്ന് കഴുകി കൊണ്ടുവരട്ടെ. വളരെ ബോറായിട്ടാണ് അമ്മ കഴിക്കുന്നത്. നന്നായി കഴുകിയോ? 2-3 minutes കഴുകിയോ? ഓക്കെ, കൊണ്ടുവരൂ. ഓക്കെ, ഇനി അമ്മയ്ക്ക് ഞാൻ ജോലി തരാം. എനിക്കൊരു പാൻ തരാമോ സ്റ്റഫി? എല്ലാ പാന്റെ അവസ്ഥ നോക്കൂ, വളരെ അല്ലേ? ആ ബെറ്റർ ആണോ? ഇപ്പൊ ടെക്സ്ചർ കുറച്ച് മാറിയോ? എന്നൊക്കെ എന്റെ അമ്മ യെസ് എന്ന് പറയും. ഇല്ല, സെയിം ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഒന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല, ഇത് പോയില്ല. പൊടി, ഹണി, ഇമ്പോർട്ടന്റ്, ഇമ്പോർട്ടന്റ്. കളിക്കുന്നതും കിട്ടിയില്ലേ? ഓക്കെ, അമ്മ പാൻ ഇതിന് എന്താ ചെയ്യണമെന്ന് അറിയോ? ആദ്യം ഷിറാട്ടാക്കി നൂഡിൽസ് നമ്മൾ റിൻസ് ചെയ്യണം 2-3 minutes to get away that whatever ബാക്കി. ഇനി ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യണം പാനിൽ. ഓക്കെ, പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ്. ഓക്കെ, അമ്മ ഇത് പാനിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ സോസ് ഉണ്ടാക്കാം. അമ്മ കുറച്ച് ബുദ്ധിമുട്ട് പിടിക്കുന്നത് എന്റെ വീട്ടിൽ വരാത്തത് കൊണ്ട് അമ്മയ്ക്ക് അറിയില്ല ഏത് ഫ്ലെയിം എവിടെ ഇടണം എപ്പോൾ ഇടണം. ലെറ്റ് ഹർ ഫിഗർ ഇറ്റ് ഔട്ട്. നോ, ഡ്രൈ റോസ്റ്റ്. മമ്മി ജസ്റ്റ് ഡു ഇറ്റ്. പിടിച്ചാൽ അപ്പോ ഓയിൽ ഇടാം. തപ്പ്. നമ്മുടെ വീട്ടില് 10 kilometer സഞ്ചരിക്കണം. എന്റെ വീട്ടിൽ അടുത്ത് തന്നെ ആയിരിക്കും. ആ, ഇത് ഒരു കുഴപ്പമില്ല. അത് കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ അതൊക്കെ ഇടാറുണ്ട്. ഇപ്പൊ എന്തായാലും പറഞ്ഞു. My job. Okay, guys, let's get to making this sauce. Okay, എവിടെയുണ്ട് സോസ്? ഓക്കെ, സോസിന് വേണ്ടിയുള്ള പാത്രം വേണം. പാത്രം അവിടെ. ഈ പാത്രം എടുക്കാം. ഓക്കെ, ഈ പാത്രം അമ്മ നടുക്ക് വെച്ചാൽ കൂടുതൽ ഫ്ലെയിം ഉണ്ട്. അധികം വേണ്ട. എന്തെങ്കിലും കരിഞ്ഞു പോരുത്. ആ, അതാ പറഞ്ഞത്. ഓക്കെ, അതെന്തായാലും ഡ്രൈ റോസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, 2-3 minutes മതി. മോയ്സ്ചർ പോകാൻ വേണ്ടിയാണ്. ആ, വെള്ളം പോകാൻ. ഓക്കെ, അപ്പൊ ഇനി we are going to make the sauce. ആദ്യം what we are going to do is രഞ്ജിനി മാട്ടിയുടെ വീഡിയോയിൽ ടീസ്പൂൺ എന്താണെന്ന് ഞാൻ തന്നെ ചെയ്യുന്നു. സോറി. ഓക്കെ, അമ്മ ഓക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തോണ്ടെങ്കിൽ ആദ്യം എടുത്തത് ഇത് ഗോചൂജാങ്. കൊറിയൻ ഗോചൂജാങ്. പറ. ഗോചൂജാങ്. മമ്മി സേ go to hell. Go to hell. Gochujang. Okay, Korean chili paste ആണ്. Okay, പക്ഷെ നോട്ട് വെരി. കുറെ നാളായി ഫ്രിഡ്ജ് ഇരിക്കുന്നതാണ്, വർക്കോ അറിയില്ല. ബട്ട് നമുക്ക് നോക്കാം. ഇങ്ങനെ കുക്കിംഗ് വീഡിയോസ് ഉള്ളതുകൊണ്ട് എന്റെ ഫ്രിഡ്ജിലെ കുറെ സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഐ അപ്രീഷിയേറ്റ് ദി ഹെൽപ്പ്. മമ്മി ഐ ആം ആൻ എക്സ്പെർട്ട്. കഴിക്കുമ്പോൾ ഇതന്നെ പറയണം. ഓക്കെ, സോ 1 teaspoon ആയിരുന്നു ടേബിൾ സ്പൂൺ ആയിരുന്നു ഗൈസ്. ഷിറ്റ്, തെറ്റിപ്പോയി. സ്പൂൺ മാറിപ്പോയി. റോങ് സ്പൂൺ ഗൈസ്, റോങ് സ്പൂൺ. എനിക്ക് ആരെങ്കിലും അവിടെ നിന്ന് ടേബിൾ സ്പൂൺ എടുത്ത് തരുമോ? അതാണ് കുക്കിംഗ് അറിയാൻ പറ്റാത്തത്. ഓട്ടോമാറ്റിക്കലി വരും നമ്മുടെ കുക്കിംഗില്. ഇതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇതാണെന്ന് തോന്നുന്നു ടേബിൾ സ്പൂൺ. ഇതാണോ ടേബിൾ സ്പൂൺ? ആ, ഓക്കെ. ഓക്കെ, സോ വി വിൽ put 1 tablespoon gochujang into this. 1 tablespoon gochujang ഇതിലേക്ക് ഇട്ടിട്ട് നോക്കട്ടെ എന്താ ചെയ്യുന്നതെന്ന്. സോയ് സോസ് അല്ലേ? സോയ് സോസ് തുറന്നതും 1 teaspoon അല്ല, 1 tablespoon സോയ് സോസ്. അമ്മ അവര് പറയുന്ന പോലെ നമുക്ക് ചെയ്യാം. കുറച്ച് നോക്കിയേ. ഞാനാണോ കുക്ക്? അമ്മയാണോ? You make it yourself then. So irritating. Soya sauce ആദ്യം ഒഴിക്കരുത്. Oh God, Amma, please, this is not a healthy. Shirataki noodles is 0 carbs ആണ്. ബാക്കി healthy. അതുകൊണ്ട് പറയാം, ഹെൽത്തി കുറച്ച് ബാക്കുള്ളൂ. ഓക്കെ, ഞാൻ അമ്മേനെ അവിടെ ഇളക്കാൻ വേണ്ടി മിണ്ടാതിരിക്കാനാണ് പറ്റിയിരിക്കുന്നത്. ഓ, സോ ഇറിറ്റേറ്റഡ്. ഹണി ഓർ മേപ്പിൾ സിറപ്പ് 1 teaspoon. എന്റെ മൂടെ കളഞ്ഞു. താങ്ക്സ്. ഹണി ഓക്കെ, അതാണ് എക്സ്ട്രാ ഇടാം, കുറച്ച് മധുരം എഴുതിക്കട്ടെ. ഓക്കെ, പിന്നെന്താ? ഓക്കെ, 1 teaspoon വിനെഗർ. സോ ദിസ് ഇസ് റൈസ് വിനെഗർ. പണ്ട് രഞ്ജനി അമ്മക്ക് റൈസ് വിനെഗർ എന്താണെന്നറിയാമോ? അറിയില്ല. കൈ കാണിക്കും. ടേസ്റ്റ് നോക്കാം. ഇത് കൊള്ളാമല്ലോ. വേണോ? വിനെഗർ. ഓക്കെ, അപ്പൊ കുറച്ച് റൈസ് വിനെഗർ. ഇത് ഈ എക്സ്പേർട്ട് കുക്സ് ഒന്നും അളവ് നോക്കാറില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്.
2 to 3 tablespoons of water. Just shut up and mind your business. Okay. 2 to 3 tablespoons. പക്ഷെ നേരെ കെറ്റിലിൽ നമുക്ക് ഒഴിക്കാം. ഓക്കെ, എത്ര ടേബിൾ സ്പൂൺ? റബ്ബർ പോലെ ആയിക്കൊണ്ടിരിക്കണം. 2 മിനിറ്റ് പറഞ്ഞിട്ട് അമ്മ 10 മിനിറ്റ് ആയല്ലോ ദൈവമേ. Oh my god, my unprofessional. അമ്മ ഇത് help you. Help it. Oh my god, that's terrible. I'm sorry. എന്തൊക്കെയാ കാണിക്കുന്നത് അറിയാവോ? അത് പറഞ്ഞാ പോരെ, അത് ചെയ്യൂല. അമ്മ 10 മിനിറ്റ് ആയിട്ട് അതിൽ ഇളക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് 2-3 മിനിറ്റ് ആക്കാം. ചെറിയ തീയിലാന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നോട്. അപ്പൊ സമയം എടുക്കും. 2 മിനിറ്റ് എന്നുള്ളത് 4 മിനിറ്റ് എടുക്കും. 2 tablespoon. Okay. Back to tablespoon. 1, 2, 3 കൂടി പോകുമെന്ന് എനിക്കൊരു സംശയം. പക്ഷെ നമുക്ക് 3 ഒഴിക്കാം. വെള്ളം ഇവാപറേറ്റ് ചെയ്ത് പോവല്ലോ. കെറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. എങ്ങനെയുണ്ട് കെറ്റിൽ? ഓബ്വിയസ്ലി കണ്ടതാ 2000 രൂപ. എന്നിട്ട് എന്താ വാങ്ങിക്കാതെ എന്റെ കെറ്റിൽ എടുത്തോണ്ട് പോകും. എനിക്ക് എന്റെ കെറ്റിൽ മതി. നമ്മുടെ കെറ്റിൽ ഞാൻ വാങ്ങിച്ചത് ചെറിയ ഞാൻ വാങ്ങിച്ചെന്ന കെറ്റിലാണ് നമ്മുടെ വീട്ടിലിരിക്കുന്ന കെറ്റിൽ. ഡോണ്ട് ഈവൻ ഗെറ്റ് ഇറ്റ് ഓഫ്. അല്ല, ഞാനാ മേടിച്ചത്. ഞാനാ വാങ്ങിച്ച ബ്ലാക്ക് കെറ്റിൽ. അറിയാം ഞാൻ മേടിച്ചത്. ഞാൻ അവനോട് എങ്ങനെയാണ് അവനോട് ചോദിച്ചിട്ട് എനിക്കറിയില്ല. എന്റെ സോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കോളാം. ഐ ഡോണ്ട് നോ മദർ, ഐ ഡോണ്ട് നോ, ലെറ്റ് മീ ഡു ദിസ്. ഓക്കെ, അവിടെ എന്നെ ലിജ വെയിറ്റ് ചെയ്യുന്ന. ലിജ സേക്ക് ഓ ഗോഡ്, വീട്ടിലെത്താനും പറ്റില്ല, പെട്ടും പോയി. ടൈം മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, ഐ ഹാവ് ടു സേ. ഇതിനിടയിൽ ഒരു കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. പ്ലസ് ഐ എം സോ സ്കേർഡ് എന്റെ വെള്ള ഉടുപ്പില് ചില്ലി പേസ്റ്റ് വീണാൽ എന്താവുന്നു. നന്നായിരിക്കും അല്ലെ? ഓക്കെ, അമ്മ ഇത് ഇളക്കൂ. ഓക്കെ, ഇളക്കിക്കൊണ്ടിരിക്കും. ദാറ്റ് ഇസ് എ സോസ്. ഓക്കെ ഓക്കെ, ഇനി ഞാൻ ആ പാനോടെ തിരിച്ചതിലേക്ക് പോകുകയാണ്. എന്നിട്ട് ഇത് ഉടനെ കഴിഞ്ഞിട്ട് ഗാർലിക് ഒന്ന് കട്ട് ചെയ്യാമോ പ്ലീസ്? ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ സോസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എക്സ്പ്ലനേഷൻ അത്രയും സാധനം ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ആ സോസ് അവിടെ റെഡി ആയിട്ട് വരും. സ്പൈസ് ഉള്ള പോലെ നമുക്ക് ടോളറൻസ് നോക്കണം. നോക്കും എരിവുണ്ടോ ഇല്ലയോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. എക്സ്പ്രഷൻ കാണിക്കണ്ട. സഹിക്കാമെന്നോ? സ്പൈസി കുറക്കണമെങ്കിൽ ഷുഗർ ഇടാം. എന്തോ ഒരു സ്വാദം. കുറച്ച് മേപ്പിൾ സാണി ഒഴിക്കട്ടെ. ഇല്ല, വേണ്ട വേണ്ട വേണ്ട. ലിജ എവിടെ നിന്ന് കൊണ്ടോ പുറകെ മാത്രം കണ്ട. ഞങ്ങള് മുമ്പിൽ നിന്ന് കണ്ട് കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ലിജ അവിടെ കൈ തല വെച്ച് ദൈവമേ കൂടുതലാവും, ഇതിനും കൂടും. ഐ വിൽ ടേസ്റ്റ് ഇറ്റ്. ഓക്കെ, മുഖം മാറ്റി. Wow! Yummy! Oh, okay then. അതൊക്കെ റെഡിയാണ്. ഗാർലിക് റെഡി, ജിഞ്ചർ റെഡിയാണ്. ഗാർലിക് കട്ട് ചെയ്യും, സ്ലൈസ് ഇറ്റ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ സംതിങ്. ഓക്കെ, വേർ ഇസ് ദിസ് തിങ്? ഓക്കെ, ഇനി ഇങ്ങോട്ട് വരും ബ്രോ. അവിടെ എടുത്താൽ മതി. പാൻ. ലിജ അങ്ങോട്ട് പോകും. ഞാൻ മിക്കവാറും ചാവും. അമ്മ സോസ് ഒന്നുകൂടെ വൃത്തിയാക്കണം തോന്നണോ? ഞാൻ പറഞ്ഞപ്പോ നീ കേട്ടില്ലല്ലോ. സാരില്ല, അമ്മേനെ കഴിക്കട്ടെ, ഞാൻ വരും. ഓക്കെ, ലെറ്റ്സ് ഡു ദിസ്. 1 ടീസ്പൂൺ. ഇത് എന്ത് ഓയിലാ ഒഴിക്കേണ്ടത് അവർ പറഞ്ഞിട്ടില്ലല്ലോ ഗൈസ്. ഓയിൽ അല്ല, ഒന്നും ഓയിൽ അല്ല. ദിസ് ഇസ് ചൈനീസ്. വി ഡു സെസമി ഓയിൽ. സെസമി ഓയിൽ, കോഴ്സ്. എത്ര സെസമി ഓയിലോ അതും പറഞ്ഞിട്ടുണ്ടാരും. എന്തോ നമ്മളെ ഉദ്ദേശം ഒരു ടീസ്പൂൺ ഒഴിക്കേ. ഓക്കെ, ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ. സെസമി ഓയിൽ ഇസ് വെരി സ്ട്രോങ്. ഒഴിക്കണേ ധൈര്യമായിട്ട്. ഒരു ടീസ്പൂൺ ആണ്. ഓക്കെ, ധൈര്യമായിട്ട് ടേബിൾ സ്പൂൺ എന്നൊക്കെ. മാതാവേ പ്ലീസ്. എന്റെ പൊട്ടിയ ഇത് കണ്ടോ? എന്റെ പൊട്ടിയത് പൊട്ടിയതാണല്ലോ അത് യൂസ്. ഇത് സെസമി ഓയിൽ ഞാൻ ഒഴിച്ചു. സെസമി ഓയിൽ ഇസ് എ വെരി സ്ട്രോങ് ഓയിൽ യു ഗൈസ്. ഐ ഹാവ് ടു ടെൽ യു. എനിക്ക് കുറെ അനുഭവങ്ങളുണ്ട് സെസമി ഓയിലായിട്ട്. പക്ഷെ കറക്റ്റ് ആയിട്ട് പോർഷൻ പോയാൽ ഇറ്റ് ഇസ് യമ്മി. നൂഡിൽസ് കഴിഞ്ഞു. ഓയിൽ ഇൻ എ പാൻ. ഗാർലിക്, കുറച്ച് ഗാർലിക് തരും. ബാക്കി അമ്മ ചെയ്ത് തന്നാ മതി. ഓക്കെ, ഇഞ്ചി. ഐ ഡോണ്ട് ലൈക്ക് ഇഞ്ചി, ബട്ട് ഐ പുട്ട് സം. ഓക്കെ, അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് തന്നാ മതി ബാക്കി. ഓക്കെ, കുറഞ്ഞു എന്ന് തോന്നുന്നു. കുറച്ചുകൂടെ തരും അമ്മേ. പൊട്ടിത്തെറിക്കുന്നു. പൊട്ടി താത്തി വെക്കേ. ഓ പണ്ടാരം. വല്ലപ്പോഴും ഒന്ന് ആഹാരം പാചകം ചെയ്യാൻ ചെയ്യണം. അങ്ങനെ ഞാൻ വല്ലപ്പോഴും ചെയ്യുന്നോണ്ടല്ലേ എന്റെ കുക്കിംഗ് വീഡിയോസ് ആൾക്കാർ കാണുന്നേ. അതേ ഉണ്ടാവുള്ളൂ. എനിക്ക് കണ്ടാ മതി. സ്വിഗ്ഗി ചീനിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ജീവിപ്പിക്കാൻ വേണ്ടി അവൾ ഇതൊക്കെ കാണിക്കണം കേട്ടാ. ഇങ്ങനെയൊക്കെ ചെയ്താ മതി കേട്ടാ, കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ ചെയ്യുമ്പം സൈഡിൽ ഈ ഫാൻ വേണമെന്നേ ഉള്ളൂ. ഫാൻ അല്ല, ചാറ്റ് ജിപിടി. ഐ ലവ് ചാറ്റ് ജിപിടി. ഓക്കെ, മഷ്റൂം. അമ്മ ഗാർലിക് താ. ഇത് Can I tell you something? Come here. അതൊന്ന് നോക്കണേ.
ഒരു മിനിറ്റ് ഓഫ് ചെയ്യട്ടെ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ലുക്ക് അറ്റ് ദിസ് അലവലാദി വേ ഓഫ് കട്ടിംഗ് ഗാർലിക്. വാട്ട് ഇസ് ദിസ്? നാടൻ കട്ടിങ്. ആ, ഇത് ചൈനീസ് കട്ടിങ് അല്ല. you have to slice your garlic. നാടൻ കട്ടിങ്. You have to do it nicely. See, this is how you should cut garlic. See how beautiful. കാണുമ്പോഴും നമുക്ക് കഴിക്കാൻ തോന്നണം. ഈ 5-star ഹോട്ടൽസ് എന്തുകൊണ്ടാണ് 2000-3000 ചാർജ് ചെയ്യുന്നത്? ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഈ ലോക്കൽ കട്ടിങ് ഞങ്ങൾക്ക് വേണ്ട. വെരി സബ്സ്റ്റാൻഡേർഡ്. No, we don't want that. That's bullshit. See, so beautiful. പോലെ കട്ട് ചെയ്തിരുന്ന നീളത്തില് But അത് പറയണം. okay, ഇനി come back to your job. ഭയങ്കര ചൂട് പറ്റുന്നു. Okay, ഇനി we have to put some mushroom and put some broccoli. Basically കുറച്ച് മഷ്റൂമും ബ്രോക്കലിയും ഒന്ന് ചെയ്തെടുക്കുക. അമ്മ ഈ മഷ്റൂം കണ്ടിട്ടുണ്ടോ? ഏതാ? ഇതാണോ? ഓ, നടുക്കത്തെ. ആഹാ, അത് കത്തില്ലേ? ഇന്ന് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനും കണ്ടില്ല. ഫുൾ മെഷീൻ. അതാണോ? ഓക്കെ, കുറച്ചുകൂടി സെസമി ഒഴിക്കണം അല്ലേ? വേണ്ട അത് ഞാൻ പറഞ്ഞത് ടേബിൾ സ്പൂൺ വേണമെന്ന്. നീ അവരുടെ കണക്കും Okay, അമ്മ ഈ ഓയിസ്റ്റർ കണ്ടിട്ടുണ്ടോ? അത് ഞാൻ കണ്ടു. നല്ല ഇഷ്ടം, എനിക്ക് ഇഷ്ടമാണ്. നല്ല ഇഷ്ടം. അമ്മയ്ക്ക് എന്തിനാ ഉണ്ടാക്കിയതാ? Bought it for just for you. Just for you, Sujata. Just for you. കുറച്ചുകൂടി ഇടാം അല്ലേ? ആ കാർലിക് ഒന്നും കൂടി ആവണ്ടായിരുന്നു. എനിക്കറിയില്ല, അതൊന്നും എന്നോട് ചോദിക്കരുത്. കാർലിക് ഒന്നും കൂടി ആവണായിരുന്നു. എന്നാ ആക്കിക്കോ. ആ പച്ചടി വാട്ടർ പോകുമ്പോ അമ്മ, ആ വാട്ടർ പോകുമ്പോ കുറച്ച് കടിക്കും. ഇറ്റ്സ് ഗാർലിക്. വി ഡോണ്ട് മൈൻഡ് ഗാർലിക്. അത് കഴിഞ്ഞ് കുറച്ച് ഇതിടണേ. ഏതിടണം? ഇത് ബ്രോക്കലി. ഓക്കെ, അപ്പൊ ഇച്ചിരി ഓയിൽ ഒഴിക്കേ. ഓ, എന്റെ കാല് കൂടിപ്പോയി. ഓക്കെ, ഇപ്പോഴാണ് അതൊരു ഓക്കെ ആയി. മാറി. ഞാനിപ്പോ അമ്മയുടെ അസിസ്റ്റന്റ് ആയി. എന്ത് കഷ്ടമാണ് നോക്കണേ. അമ്മ തന്നെ ഉണ്ടാക്കും, എനിക്ക് മതിയായി. അമ്മ ഇനി ബാക്കി ചെയ്തോളൂ, ഞാൻ മസാജിന് പോട്ടെ. വേണ്ട, ബാക്കി ഏറ്റെടുക്കാൻ കൊറിയൻ അല്ല. കൊറിയൻ അല്ല, കൊറിയൻ ആണോ? നമ്മൾ എന്തായാലും നമ്മൾ കൊറിയൻ ആണോ ഇന്ത്യൻ ആണോ? നീ കൊറിയൻ സോസ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കൊറിയൻ ആയിരിക്കും. ഡോണ്ട് വറി, അത് ഫ്ലോപ്പ് ആയാൽ ഹേ ഹമാരെ പാസ് സൊല്യൂഷൻ. അതെന്താണ്? അമ്മ, ദിസ് ഇസ് സ്പൈസി നൂഡിൽസ്. നൗഷാം സ്പൈസി കപ്പ് നൂഡിൽസ്. ഈ നൂഡിൽസ് കഴിക്കാൻ ഇന്നലെ എന്റെ വീട്ടിൽ ഒരാൾ വന്നിരുന്നു. അതാരാണ്? മരപ്പട്ടി. എന്റെ ഫ്രണ്ട്. എന്റെ വീട്ടില് ഇപ്പൊ ഒരു മരപ്പട്ടി റെഗുലർലി വരുന്നുണ്ട്. എന്റെ ഫ്ലാറ്റില് ഞാൻ എല്ലാം തുറന്നിട്ടാ എന്ന് വെച്ചാൽ നിങ്ങൾ വരരുത്. എന്റെ ഗേറ്റ് ഡോറൊക്കെ തുറന്നാണ്. മുകളിൽ ഒരാൾ താമസിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഫ്രൂട്ട്സ് എന്ത് കഴിക്കുന്നോ, പുറത്ത് എന്ത് ഭക്ഷണം വെക്കുന്നോ ചേട്ടൻ മണത്തറിയും. രാത്രി ഇങ്ങനെ വരും. അപ്പൊ ഞാനിങ്ങനെ ചേട്ടൻ തുറന്നതായിരിക്കും. രാത്രി 1 മണിക്ക് മുഴുവൻ നടണ്ട ലിറ്റിൽ ബിറ്റ്. രാത്രി ഇങ്ങനെ ഉറങ്ങി കിടക്കുമ്പോ പെട്ടെന്ന് എന്റെ ഹാളിൽ ആരോ നടക്കുന്നു. അപ്പൊ ദൈവമേ, എന്റെ ഹാളിൽ ആരാ നടക്കുന്നത്? ഇത് കുറച്ച് നാളായേ. തുറന്നു നോക്കിയപ്പോ ഒരു സിവറ്റ് കാറ്റ്, ലൈക് ആക്ച്വലി ഇൻ മൈ ഹൗസ്. അവൻ വന്ന് എന്റെ സീതാഫലൊക്കെ കഴിക്കും. ഇന്നലെ എന്റെ കപ്പ് നൂഡിൽസിന്റെ പൊട്ടിച്ചു. എന്റെ ഡോറിന്റെ ബേസ് അവൻ കരണ്ട് തുടങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഫൈനലി എന്റെ വീട്ടിലെ എല്ലാ വാതിലും ഞാൻ തന്നെ പൊട്ടിയിട്ടു. എയർ ഫ്ലോന് വേണ്ടി ഞാൻ തുറന്നിട്ടൊരു സാധനം. ഈ സിവറ്റ് കാരണം ഞാൻ അത് അടയ്ക്കേണ്ട അവസ്ഥയാണ്. ബട്ട് ഐ മീൻ ഇനിഷ്യലി ഐ തോട്ട് നൈസ് നോട്ട് ടു ഹാവ് ആനിമൽസ്. മരപ്പട്ടിക്ക് രഞ്ജിനി കൂട്ടുന്നു. എന്റെ പൊന്നമ്മയാണ്. തല്ലിക്കൊല്ലാനും പറ്റില്ല. അമ്മയെ പോയി. അമ്മ ഉപ്പൊന്നും ആയിട്ടില്ല. അമ്മ ഡോണ്ട് റൂയിൻ മൈ റെസിപ്പി. ആയോ? അല്ല, മറ്റേതാ. കുറച്ചുകൂടെ ഓയിസ്റ്റർ വേണം. ഓയിസ്റ്റർ കണ്ടോ? മെൽറ്റ് ആയി പോകും. മെൽറ്റ് ആയി പോകുന്നോ? അമ്മ ബ്രോക്കലി കൂടിപ്പോയി. ബ്രോക്കലി ഇത്രയും വേണം. കറക്റ്റ്. എന്നാ ഇത്തിരിയും കൂടി ഇട്ടോ. അല്ല, അയ്യോ വേണോ? ഫുള്ളിടേ. അന്ന് ഇട്ടോ. നീ പോവല്ലേ? എങ്ങനെയായാലും ഇത് കഴിച്ചു തീർക്കുന്നതായിരിക്കും നല്ലതാണ്. ഞാൻ കഴിക്കും. ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ധൈര്യത്തിലല്ലേ ഞാൻ ചെയ്യുന്നത്. ഇത്രയും പൈസ അമ്മയ്ക്കിതില് വേണ്ട വേണ്ട. അയ്യ വേണ്ടെന്നൊക്കെ. കഴിഞ്ഞു. ഞാൻ വർക്ക്ഔട്ട് ചെയ്തു. ഇത്തിരി കൂട്ട്. അപ്പൊ ഇനി ട്രസ്റ്റ് മീ, ആ സോസ് കൂട്ടണ്ട. ക്വാണ്ടിറ്റി കൂടിയില്ലേ? ആ സോസ് കൂട്ടണ്ട. ഈ സോസ് ഇല്ലാതെ കഴിക്കുന്നതായിരിക്കും നമുക്കൊക്കെ നല്ലത്. കണ്ടോ, ഞാൻ പറഞ്ഞതെല്ലാം വന്നില്ലേ ഇപ്പം? ഓ മമ്മി, കഴിഞ്ഞു. ഇവരുടെ റെസിപ്പി കഴിഞ്ഞു. പക്ഷെ ഞാൻ ഉണ്ടാക്കാൻ പോലും പഠിച്ചിട്ടുമില്ല. അമ്മ റെഡിയാണോ? ഐ എം റെഡി. ഉപ്പ് ഇതിനകത്തേക്ക് ഇടണോ? ഇതിന് ഉപ്പ് വേണോ? പുളിയുണ്ട്, നൈസ്, മധുരമുണ്ട്. നന്നായി വരുന്നുണ്ടല്ലേ? ഇച്ചിരി നന്നായി വരുന്നുണ്ടോ സോസ്? ഇരിക്കുമ്പോ കുറച്ചൊന്ന് ബെറ്റർ ആയി ശരിയായി വരണം. അമ്മ ഐ എം ടെല്ലിങ് യു ഇറ്റ്സ് ഗോയിങ് ടു ബി നൈസ്. ഞാൻ ആയതുകൊണ്ട് പറയല്ല.
അവസാനം ഒരു കയ്പ്. ആ കയ്പ് എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നതാണ് എന്റെ ഇപ്പോഴത്തെ ചിന്ത. ഇല്ല ഇപ്പൊ ശരിയായി. ഇതിനകത്തിടുമ്പോ അതൊക്കെ ഇതാവും. ഓക്കെ, മറ്റേ മോയ്സ്ചർ ഓക്കെ ആയോ? ബ്രോക്കലി ഓക്കെ ആയോ? ഇത്രയും പറയാം. അത്രയും മതി. 2 സെക്കൻഡ് കൂടെ, ആ? 2 സെക്കൻഡ് കൂടെ. കുറച്ചുകൂടെ പച്ചപ്പുണ്ട്, അത് പോട്ടെ. നമ്മൾ ബ്രോക്കലി കഴുകിയോ? എനിക്ക് നന്ദിയല്ലേ വെച്ചിട്ടുള്ളൂ. കഴുകി വെച്ചതല്ലേ അരിഞ്ഞപ്പോ കഴുകി കാണുള്ളൂ. അതല്ലേ കഴിഞ്ഞേ? അവളായി. അവള് കഴുകി. ഞാനായിരുന്നെങ്കിൽ കഴിയില്ലായിരുന്നു. ജിഷ അവൾക്കറിയാം നിന്നെ. ജിഷ ആയതുകൊണ്ട് കഴുകിയിട്ടുണ്ട്. ഓക്കെ, പ്രോട്ടീൻ ബൂസ്റ്റ് ഇന്ന് ലിജയും സ്റ്റെഫിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ഞങ്ങൾ. അയ്യോ ശരിയായി. അതാ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് രണ്ടുപേർക്കും തരിക. അമ്മയ്ക്ക് ഫുള്ള്, ഇവർക്ക് ടേസ്റ്റ്. അവര് സത്യസന്ധമായി പറയും. അവരുടെ എക്സ്പ്രഷൻ കിട്ടുമ്പം എനിക്ക് ഷെഫായി ജോലി. നല്ലതായി അമ്മ ആയോ? നല്ലതാവുന്ന തോന്നല്ലേ? തോന്നി തുടങ്ങി എനിക്ക്. പക്ഷെ ഈ നൂഡിൽസിന് അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാതെ. ഒന്നുമില്ല. അതൊഴിക്കടി. അത് ഒഴിക്കല്ലേ, ഇത് ഒഴിക്കാം. അതാണ് ആദ്യം. ഒരു മിനിറ്റ് നോക്കട്ടെ ഇത് ആദ്യം. ആഡ് നൂഡിൽസ്. ആഡ് നൂഡിൽസ്. ഓക്കെ. ഓ സോറി ആഡ് സോസ് അല്ല, ഒരു മിനിറ്റ് ആഡ് സോസ് ആയിരുന്നു. നോക്കട്ടെ അമ്മ എന്ത് കോപ്പാണെന്ന്. Dry roast garlic, add broccoli, mix all sauce ingredients separately, pour into pan, let it burn, add noodles. Okay. Pour into pan, let it bubble. I don't know, we'll just do whatever. ഇതിനകത്തേക്ക് എനിക്ക് തോന്നുന്നത് സെപ്പറേറ്റ്ലി ചെയ്യണം. അത് ഇതിനകത്തേക്ക് ചെയ്യണോ? I don't know, നമുക്ക് ഇടാം. അത്ര സോസ് പോരെ? മതി. ലെറ്റ് ഇറ്റ് ബബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ തിളയ്ക്കുന്ന. തിളയ്ക്കാനുള്ള അവിടെ കിട്ടോടാ ലോങ് ഷോട്ട്. ലെറ്റ് ഇറ്റ് ബബിൾ ഗൈസ്. അമ്മയ്ക്ക് കാണുമ്പോ ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്നത്. തിളയ്ക്കും. കണ്ട ബബിൾ 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 കണ്ടില്ല. ബബിൾ കണ്ടി. അമ്മ but you're not like okay now I'll do it now. ഇവളെല്ലോടും ബബിൾ ഇല്ലെങ്കിൽ ശരിയാ. പക്ഷെ ബബിള് വന്ന് സോസ് ഉമാമി വരണം. Do you know what umami is? മമ്മി What is umami എന്നൊക്കെ ചോദിച്ചാ umami is flavor. ഉമാമിക്ക് വേണ്ടിയാണ് എന്തൊരു പേര്. അമ്മ ഉമാമി is like ഈ ഉപ്പ്, മധുരം, പുളി, കയപ്പ്. അപ്പൊ ചൈനീസ് ക്വിസീനിലെ ഏഷ്യൻ കുക്കിംഗിൽ ഒരു ഫ്ലേവർ കൂടെ ഉണ്ട്, അതാണ് ഉമാമി. ഉമാമി is like മഷ്റൂംസിന്റെ ഒരു ടേസ്റ്റ് ഇല്ലേ, ആ ടേസ്റ്റ് വേറെ ഒന്നും ഇല്ലല്ലോ. ഒരു ചൈനീസ് ക്വിസീനിലൊക്കെയാ കൂടുതൽ ഉമാമി. ഫ്ലേവർ വരാൻ വേണ്ടി ചേർക്കുന്നത്. ചേർക്കുന്നതല്ല, ഫ്ലേവറിന്റെ പേരാണ് ഉമാമി. സോൾട്ടി, സ്വീറ്റ്. അപ്പൊ ഉമാമി ഇസ് ദാറ്റ്. അതിന് വേണ്ടി ഏറ്റവും ഉമാമി ഉള്ള ഒരു വെജിറ്റബിൾ ആണ് മഷ്റൂം. പിന്നെ ഈ സോസസിലൊക്കെ ഈ ചൈനീസ്, അതിനാണ് ഈ MSG ആഡ് ചെയ്യുന്നത്. MSG എന്താണെന്നറിയാവോ? ഓ മൈ മദർ, യു ഡോണ്ട് നോ എനിത്തിങ്. ഓ വെരി ബാഡ്. ഈ ചൈനീസ് നൂഡിൽസ് അതുപോലെ ചൈനീസ് ഫുഡൊക്കെ വീട്ടിൽ വരുമ്പോ ഭയങ്കര ടേസ്റ്റ് അല്ലേ? നിനക്കറിയൂടെ ഞാൻ ചൈനീസ് അമ്മ കേക്ക് ചൈനീസ് വീട്ടിൽ വരുമ്പോ ഭയങ്കര ടേസ്റ്റ് അല്ലേ? ആ ടേസ്റ്റ് എന്താ? അതാണ് ഉമാമി. അയ്യോ അത് ഞാൻ വിചാരിച്ചിരുന്ന അജീനമോട്ടോ. എന്നാ അജിനോമോട്ടോ ആണ് MSG. ഞാൻ കണ്ടുപിടിച്ചോണ്ടോ? എന്റെ വെള്ളം ആരെങ്കിലും കണ്ടുപിടിച്ചു? അവള് കണ്ടുപിടിച്ചു, ഞാൻ കണ്ടുപിടിച്ചു. അമ്മ ഞാൻ കേട്ടിരിക്കണം. മലയാളത്തിൽ അജിനോമോട്ടോ ആയിരിക്കും, എനിക്കറിയില്ല. ഞാൻ കാണിച്ചു തരാം. ഒന്നൊന്ന് കണ്ടിന്യൂ ഇളക്കൽ. ഐ ഷോ യു അജിനോമോട്ടോ. ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് MSG. എന്തിനാണെന്ന് എനിക്കറിയില്ല. അത് കേടാ. ഐ നോ. കാണില്ല. ഒരു മിനിറ്റ്, ഞാൻ MSG നോക്കട്ടെ. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എന്റെ നമ്മുടെ ഹോട്ടലിൽ തുടങ്ങിയത് ആ സമയത്ത് ഈ സാധനം ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു. MSG എന്താന്ന് വെച്ചാൽ അവര് മീൻകറിയിലൊക്കെ യൂസ് ചെയ്യും. യെസ്, ടേസ്റ്റ് കൂട്ടാനെന്നും പറഞ്ഞു. ഇതിനകത്ത് ഇല്ലേ? ടേസ്റ്റ് മേക്കർ ഉണ്ട്, ഞാൻ വാങ്ങിച്ചു വെച്ചു. ഞാൻ കുറച്ച് ടേസ്റ്റ് എങ്കിലും ഞാൻ അനുഭവിച്ചോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ വാങ്ങിച്ചു. പക്ഷെ ഇപ്പൊ കാണുന്നില്ല ഗൈസ്, സോറി, ഐ ഡോണ്ട് ഹാവ് ഇറ്റ്. ബബിള് കാണിക്കണില്ലേ? അയ്യോ ബബിൾ ഒന്നും കാണിക്കുന്നില്ല, എനിക്ക് വേർത്ത് വയ്യ. ബബിൾ മതിയായി എനിക്ക്. ഐ ആം ബോർഡ്. ആർ യു റെഡി? വരുന്നിടത്ത് വെച്ച് കാണാം. വരുന്നിടത്ത് വെച്ച് ഞാൻ ചെയ്യാൻ വരുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച കുറച്ചുകൂടി സോസ് വേണമായിരുന്നോ? വേണ്ടല്ലോ അമ്മ, കുറച്ചുകൂടി സോസ് വേണമായിരുന്നു. വേണ്ട വേണ്ട വേണ്ട. ഷുവർ ആണോ? സോസ് കറക്റ്റാ, ഇല്ലെങ്കിൽ ചൊവ കൂടും. ചെറിയ ചൊവ ഉണ്ടെന്നാണോ അമ്മ പറഞ്ഞത്? ആ ചൊവ വരുമെന്ന് കൂടും, അത് വല്ലാത്ത രീതിയിൽ പോകും. കറക്റ്റാ. ഇത് കണ്ടിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ പോലെ വന്നിട്ടില്ല ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായോ നീ? ഞാൻ പ്രാവശ്യം ഉണ്ടാക്കി. ആണോ? എന്നിട്ട് ഇത് എത്ര നേരം ചെയ്യണം? അത് നോക്ക് എത്ര എഴുതിയേക്കണെന്ന്. ആ ടൈം അനുസരിച്ച് അത് കൂടരുത്, കൂടിക്കഴിഞ്ഞാൽ പണിയാവും.
ഈ നൂഡിൽസ് അമ്മ ലൈക്ക് ചത്ത നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെയാ. അല്ല നൂഡിൽസിന്റെ ഇല്ലേ റബ്ബർ പോലെ ഇരിക്കും. ഇല്ല, അതിന് ടേസ്റ്റ് വേറെയാ. ഇത് 0 കാർബ്സ് ആണ്. ഇതിന് വലിയ കാലറി ഒന്നും ഇല്ല. നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ 200-250 കാലറിയിൽ കാര്യം സെറ്റ് ആണ്, മനസ്സിലായില്ലേ? അപ്പൊ 200 പോലെ 300 പിടിച്ചാലും കുഴപ്പമില്ല. ലൈക് ബട്ട് ഇറ്റ്സ് ലൈക്ക് യു ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ഫുൾ മീൽ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണല്ലോ ദൈവമേ ആരെങ്കിലും. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. അമ്മ ഇളക്കമ്മ, അമ്മ നീ എന്താ എന്നെ ഓടിച്ചത് അവിടുന്ന്? നീ അല്ലേ എന്നോട് പറഞ്ഞത് ഒന്ന് ഇളക്കമ്മ. താക്ക് ഓക്കെ ആണോ? എന്താ കുറവ്? എല്ലാം കുറവാ. ഇത് നിങ്ങൾ ടേസ്റ്റ് ചെയ്യണ്ട. ഓഫ് ചെയ്യാൻ പോവാ. അമ്മ എന്തോ പ്രശ്നമുണ്ടല്ലോ അമ്മ. ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കി നിനക്കാട്ടും നല്ലതാണല്ലോ. എന്റെ ക്ഷീണിച്ചു, എന്റെ ക്ഷീണം. കുറച്ചു നേരം ഇരിക്കുമ്പോ ശരിയാവും. ആണോ? കുറച്ചു നേരം ഇരിക്കാൻ ഞാൻ അമ്മ ഒന്ന് ഇരിക്കാം. ഞാൻ മസാജ് ആയിട്ട് 1.5 മണിക്കൂറായിട്ട് വരാം. ഒന്ന് സെറ്റ് ആവും. ഭയങ്കര സംഭവമല്ല. സത്യം പറയട്ടെ, ഞാൻ അന്ന് ഉണ്ടാക്കിയത് മച്ച് ബെറ്റർ ആയിരുന്നു. അന്നും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു എന്റെ അമ്മേനെ സഹായിക്കാൻ വിളിച്ചോണ്ട് എനിക്ക് തോന്നി അത് തന്നെ പറയണം. എവിടെ മതി. നീ കഴിച്ചു നോക്ക. ഞാൻ കഴിക്കുന്നില്ല, ഞാൻ കഴിച്ചു മതിയായി. വാ, ഹെൽപ്പ് യുവർ സെൽഫ്. അമ്മയുടെ കത്തി ഞാൻ ജപ്പാനിൽ വാങ്ങിച്ച കത്തി അമ്മയ്ക്ക് ഒരു വിലയില്ല. എനിക്ക് ഈ കത്തിയല്ല നീ തന്നത്. കണ്ട, എനിക്ക് ഇങ്ങനത്തെ കത്തിയാ വേണ്ട. നിങ്ങൾക്കൊരു ഇതുണ്ട്, മറ്റേ ഗാർലിക് ഇങ്ങനെ മുറിക്കാൻ വേണ്ടി ഈ കത്തി വേണ്ട. ഇതൊന്നും ഇങ്ങനെ ലോക്കൽസ്. ഈ ലോക്കലിൽ നിന്നല്ലേ നീ ഉണ്ടായത്? അല്ലേ? മൈ ഗോഡ്, ഐ ഡോണ്ട് നോ. ഞാൻ കണ്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. നീ കാണുന്നുണ്ട്, കാണാൻ വെച്ചാണ് ഇതൊക്കെ. ഇപ്പൊ കിട്ടും ലോക്കൽസ്, ഹൗ ഡെയർ യു എന്നൊക്കെ പറഞ്ഞോ. ഞാൻ പറയും ഓ മതി ഇത്ര ഗാർണിഷാണ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ആരും കഴിക്കുന്നത്. എനിക്കറിയില്ല, ഇത് എങ്ങനെയെങ്കിലും ഭംഗിയാക്കാൻ വേണ്ടിയുള്ള എഫേർട്ടിലാണോ ഞാൻ. അമ്മ എനിക്ക് സത്യം പറഞ്ഞാൽ ഐ എം വെരി സോറി മൈ മദർ. ഇല്ല, ശരിയായില്ല. അതുകൊണ്ട് സാറ്റിസ്ഫൈ, അല്ലെങ്കിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് പുളിക്കുകയാവുമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. എന്താ ചെയ്യാനൊരു ഇനി അമ്മ അത് ഫിക്സ് ചെയ്യട്ടെ. റെഡ് ചെയ്യും എന്നിട്ട് നോക്കിയിട്ട് എന്നിട്ട് ഇങ്ങനെ എങ്ങനെയാണോ ബ്രോക്കലി ആഡ് ചെയ്യണ്ടായിരുന്നു. സോസ് ഐ തിങ്ക് കുറച്ചുകൂടെ വേണം. മഷ്റൂം വേണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബ്രോക്കലി ആഡ് ചെയ്ത് മഷ്റൂമും ബ്രോക്കലി ആഡ് ചെയ്തില്ല. ഞാനൊന്ന് ശരിയാ. ഐ ഡോണ്ട് നോ മദർ. ഐ തിങ്ക് ആ സോസ് കുറച്ചുകൂടെ വറക്കണമായിരുന്നോ? നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്ക്. ടേസ്റ്റ് ചെയ്യാതെ വെറുതെ എന്തിനാ ഒഴിക്കുന്ന ഓരോ സാധനം? അല്ല, നീയല്ലേ പറഞ്ഞത് ശരിയായില്ല. കഴിക്കേണ്ടി വരും. മണമൊക്കെ ഉണ്ടല്ലോടി. മണമൊക്കെ ഉണ്ടാവും അമ്മ. എനിക്ക് തുമ്മലൊക്കെ വരുന്നു ഗൈസ്. നല്ലതാ. ഞാനല്ലേ പറയാ, നീ ധൈര്യമായിട്ട് എനിക്ക് വേണ്ടാന്ന്. ജോലി കളയുന്നല്ലേ. അവളിത് മര്യാദയ്ക്ക് കഴിച്ചു നല്ലതല്ല പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്ന് പറയും. ഒരു മിനിറ്റ്, ഞാൻ ഈ വൃത്തികളൊക്കെ ഒന്ന് മാറ്റട്ടെ. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിമിൽ തന്നെ നീ പറഞ്ഞാൽ മതി. എനിക്ക് വെച്ചപ്പോ ഇത്തിരി കൂടി ബെറ്ററായി. സത്യം പറയാം അതാ ഉപ്പൊട്ടില്ല. ഉപ്പ് എത്രയൊന്നും പോരായിരിക്കും. മതി, നിന്റെ അളവിൽ ഇത് പോരായിരിക്കും. ശരിക്കും ഉപ്പിട്ട് തിളപ്പിക്കണായിരിക്കും ആ വെള്ളം. അല്ലെങ്കിൽ ഉപ്പിലിട്ട് കുറച്ചു നേരം വെക്കണം. അതെന്താണോ, അത് ഇന്ത്യൻ സ്റ്റൈലാ. ഇതിപ്പം ചൈനീസ്. എന്താ വിചാരിക്കണം നീ? എന്താ വിചാരിക്കുന്നത്? ചൈനീസ്. കൊറിയൻ. ഞാനിപ്പോ ഫുൾ കൊറിയൻ മോഡലാ. ഞാനിപ്പോ കൊറിയ റിസർച്ച് ചെയ്തോണ്ടിരിക്കും. സത്യമാണോ പറഞ്ഞ? ആണോ അടിപൊളി പക്ഷെ ഒരു കയ്പ് നിക്കണം. നീ അനുഭവിച്ചു. ഇത് കഴിഞ്ഞിട്ട് മസാജ് ചെയ്യാനുള്ള ശക്തി വരട്ടെ. സോസിന്റെ ഞാൻ പറഞ്ഞില്ല, സോസ് കൂടിപ്പോയി. ഞാൻ എപ്പോഴേ പറഞ്ഞു സോയാ സോസിന് ആ ഒരു പ്രശ്നമുണ്ട്. സോയയുടെ ഈ ചവയാ പുറത്തേക്ക്
ഉമാമി ഒക്കെ എടുക്കണേ ഓയിസ്റ്റർ മറ്റേ ചിരട്ടൊക്കെ എന്തായാലും എടുക്കണം ഈ നൂഡിൽസ് കഴിച്ചിട്ടുണ്ടോ? ഇതിന് കാലറീസ് ഇല്ല, 0 കാലറീസ്. ഇതോടെ ലിജ എന്റെ അടുത്ത് മസാജ് നിർത്തി. നീ അവന് കൊടുത്ത ക്യാമറാമാന് അവ ക്യാമ്പ അനുഭവം പളിച്ചകള് വലിയ ടേസ്റ്റും ഇല്ല. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എന്തോ ഒരു എനിക്ക് എന്റെ സംശയത്തിൽ ഇതിൽ സോസ് കൂടി പോയിട്ടുണ്ട്. സോയാ സോസ് ഇത്തിരി കൂടി. എന്താ പ്രശ്നം? പക്ഷെ ഇനിയിപ്പോ നമ്മൾ ഇട്ടാലും പിടിക്കേണ്ടി ഹലോ, നേരത്തെ ഇട്ടില്ല. പക്ഷെ ഉപ്പ് കുഴപ്പം എനിക്ക് നല്ല സോയാ സോസ് ഇത്തിരി കൂടിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ മിക്സ് ചെയ്തില്ലേ, അതിന്റെ ക്വാണ്ടിറ്റിയിൽ ഇത്തിരി വ്യത്യാസം വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ റെസിപ്പി ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഉണ്ടാക്കി നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ റെസിപ്പി ആക്കിയിട്ട് ചേച്ചിക്ക് തിരിച്ചയച്ചിട്ട് ഞാൻ വീണ്ടും ഉണ്ടാക്കി തരാം. നിന്റെ കുക്കിംഗ് നീ അവരോട് വഹിക്കണോ? എന്തൊരു പരിപാടിയായത്? അമ്മ ഭക്ഷണം വേണമെന്നല്ലേ പറഞ്ഞ ഞാൻ പോയി കഴിക്കും. കഴിച്ചോ? ഞാൻ കഴിച്ചേക്കാൻ അമ്മ എന്തായാലും ഇപ്പൊ വിശന്ന് വന്നല്ലേ. അതോടെ രഞ്ജന ഹരിദാസിന്റെ ഇന്നത്തെ കുക്കിംഗ് ബ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വാട്ട് സക്സസ്! ഇത് കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. എന്റെ അമ്മ ഇത് കഴിക്കുന്ന നോക്ക്, എന്റെ അമ്മ കഴിക്കുന്ന നോക്ക്, ആർത്തിയോടെ ആവേശത്തോടെ. നിജ എങ്ങനെ കഴിക്കുന്നു ദൈവമെന്നൊക്കെ അവിടുന്ന് എങ്ങനെ മതി മതി കട്ടോ അഭിനയിച്ച് നിർത്തിക്കോ. ഞാൻ ഈ മസാജിന് പോട്ടെ ഗൈസ്. അപ്പൊ എനിവേ സക്സസ്ഫുൾ ആയ ഒരു വ്ളോഗിന് ശേഷം ഞാൻ പോട്ടെ. അമ്മ കിച്ചൺ ക്ലീൻ ചെയ്യൂ, ഞാൻ പോട്ടെ. ഞാൻ കേട്ടോ അല്ലാതെ പറഞ്ഞു. എന്തിനാ പറഞ്ഞെന്ന് പറ. ഞാൻ ചായ ഉണ്ടാക്കിയ ക്ലീൻ ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണം? എന്റെ അടുത്ത് നീ ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. പണി നോക്കും. ഓക്കെ ബൈ ബൈ ലിജ. നമുക്ക് തുടങ്ങാം. സോറി ഫോർ മേക്കിംഗ് യു ലേറ്റ്.